കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് പ്രതിദിനം വർദ്ധിക്കുകയാണ്. മഞ്ഞുകാലത്ത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഹൈറേഞ്ച് കയറുകയാണ് വിനോദസഞ്ചാരികൾ. അവധി ദിവസങ്ങളിൽ ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. 2.5 ലക്ഷത്തിലധികം ആളുകളാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇടുക്കി ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തിയത്. മൂന്നാർ, ഇടുക്കി, രാമക്കൽമേട്, വാഗമൺ, തേക്കടി, ഇരവികുളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടുതലും അനുഭവപ്പെടുന്നത്. കൂടാതെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, പാഞ്ചാലിമേട്, രാമക്കൽമേട്, ശ്രീനാരായണപുരം തുടങ്ങിയ സ്ഥലങ്ങളിലും വിനോദസഞ്ചാരികൾ എത്തുന്നതിൽ കുറവൊന്നുമില്ല. വാഗമൺ ഗ്ലാസ് പാലം കാണാനും സഞ്ചാരികൾ വലിയ രീതിയിൽ എത്തുന്നുണ്ട്. പുതുവത്സരം ആഘോഷിക്കാനും ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുമെന്നാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ കണക്കുകൂട്ടൽ. 20-ാം തീയതി മുതൽ 27 വരെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രം 1,81,487 വിനോദസഞ്ചാരികൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ജില്ലയിലെത്തിയവരിലേറെയും കുടുംബസമേതമാണ് എത്തുന്നത്. ഇനി പുതുവത്സരത്തോടനുബന്ധിച്ചും വാഗമൺ, മൂന്നാർ, കാൽവരി മൗണ്ട്, പരുന്തുംപാറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടേക്കും. അതേസമയം പുതുവത്സരാഘോഷങ്ങൾ അതിർവിടാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളും അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ പതിവ് പോലെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്.